ഭോലാരി വ്യോമതാവളം ഇന്ത്യ തകർത്തു എന്നുള്ള വിവരം വരുന്നുണ്ട്. സിന്ധിലാണ് ഭോലാരി വ്യോമതാവളമുള്ളത്. കറാച്ചിക്ക് വടക്ക് കിഴക്കുള്ള ഭോലാരി വ്യോമതാവളം കൂടി ഇന്ത്യ തകർത്തു എന്നുള്ള വിവരം വരുന്നുണ്ട്. പി ബസന്ത് ഡൽഹിയിൽ തുടരുന്നത്. ബസന്ത്, ഭോലാരി വ്യോമതാവളം കൂടി തകർത്തു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരികയാണ്. ഭോലാരി വ്യോമതാവളം തകർത്തതുൾപ്പെടെ 2 F-16 സ്ക്വാഡ്രൺ ഇവിടെ ഉണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണല്ലോ ഭോലാരിയിൽ നിന്നുള്ളത്. സിന്ധ് മേഖലയിലാണ് ഭോലാരി എന്ന ബസന്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഭോലാരി എത്രത്തോളം തന്ത്രപ്രധാനമാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്? ഈ പകലിൽ പലവിധ പ്രകോപനങ്ങൾ. ഇപ്പോൾ ശ്രീനഗറിൽ നമ്മുടെ വിമാനത്താവളത്തിന് സമീപത്ത് സ്ഫോടനമുണ്ടാകുന്നു. ശ്രീനഗറിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. അതായത് നമ്മുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഈ പകലും നടക്കുന്നതിനിടയിലാണ് ഈ തിരിച്ചടി. രതീഷ, ഇപ്പോൾ സർഗോദ, ജക്കോബാബാദ് വ്യോമതാവളങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഭോലാരിയിലും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഭോലാരി വിമാനത്താവളം തകർത്തു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. കറാച്ചിക്ക് വടക്ക് കിഴക്കാണ് ഈ ഭോലാരി എന്ന് പറയുന്ന സ്ഥലത്തെ വ്യോമതാവളം ഉള്ളത്. ഇവിടെ 2 F-16 സ്ക്വാഡ്രണുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 2017 പ്രവർത്തനം തുടങ്ങിയ ഒരു വ്യോമതാവളമാണ്. ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളൊക്കെ, അതായത് അമേരിക്ക നൽകുന്ന F-16 വിമാനങ്ങളുടെ സ്ക്വാഡ്രൺ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ആധുനിക സംവിധാനങ്ങളുള്ള ഈ ഭോലാരിയാണ്. അത് സിന്ധ് പ്രവിശ്യയിലെ ജംഷോരോ എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ ഭോലാരി എന്ന് പറയുന്ന വ്യോമതാവളമുള്ളത്. ആ താവളമാണ് അല്പസമയം മുമ്പ് ഇന്ത്യ തകർത്തത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ സർഗോദയ്ക്കും അതുപോലെ തന്നെ ജക്കോബാബാദിനും പിന്നാലെയാണ് ഇപ്പോൾ സിന്ധിലെ തന്നെ മറ്റൊരു വ്യോമതാവളമായ ഭോലാരിയും ഇന്ത്യ തകർത്തിരിക്കുന്നത്. 2 സ്ക്വാഡ്രണുകൾ എന്ന് പറയുന്നത് അത് F-16 ബ്ലോക്ക് 15AB, അതുപോലെ തന്നെ ചൈനയുടെ JF-17 ഇവിടെ തന്നെയാണ് ഉള്ളത്. 2 സ്ക്വാഡ്രണുകൾ F-16 ആണെങ്കിൽ ബാക്കിയുള്ളവ ചൈനയുടെ JF-17 വിമാനങ്ങളാണ്, പോർ വിമാനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വ്യോമതാവളം കൂടി തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. പാക് എയർഫോഴ്സിന് കനത്ത ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു. ബസന്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ ആധുനിക സജ്ജീകരണങ്ങളുള്ള പുതിയ എയർബേസ് ആയിരുന്നു ഭോലാരിയിലേത്. 2017 കമ്മീഷൻ ചെയ്യപ്പെട്ട ഒരു എയർ സ്പേസ് ആണ് പാകിസ്ഥാന്റേത്. അത് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നു. സിന്ധ് പ്രോവിൻസിലാണ് ഈ എയർ സ്പേസ് ഉള്ളത്, എയർ ബേസ് ഉള്ളത്. ഇപ്പോൾ തകർത്തിരിക്കുന്ന വ്യോമതാവളങ്ങളൊക്കെ ആണെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള വ്യോമതാവളങ്ങൾ കണ്ടുപിടിച്ചത് ഇന്ത്യ ആക്രമണം നടത്തുന്ന ആ തരത്തിലാണ്. എവിടെയാണോ കുറിക്കൊള്ളുക എന്നൊക്കെ പറയുന്നത് പോലെ എവിടെയാണോ കൊള്ളേണ്ടത് അവിടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ രീതി അങ്ങനെയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ എപ്പോഴും പറയുന്നുള്ളൂ, വളരെ നിയന്ത്രിതമായി, പോയിന്റഡായി, കൃത്യമായി ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നമ്മുടെ ആക്രമണം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ആക്രമണം പോലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടല്ല പാകിസ്ഥാനിൽ നമ്മൾ അറ്റാക്ക് നടത്തുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമുള്ള തിരിച്ചടി എന്ന അർത്ഥത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിച്ച സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, ആയുധ സംഭരണശാലകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത്.